പി കെ ശശി ഇപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് വീണ്ടും ജില്ലാനം പരാതി ചിറ്റൂരിന്ന് വടക്കഞ്ചേരി 166 പരാതി. എന്നും സഖാക്കൾ ഈ പരാതികളും പരിദേവനങ്ങളുമായി ഇങ്ങനെ കഴിയും എന്ന് ധരിക്കരുത്. എല്ലാ നെടുവീർപ്പുകൾക്കും ഒരു അന്ത്യമുണ്ട്, എല്ലാ നിലവിളികൾക്കും ഒരു അവസാനമുണ്ട്. ഒരു നാൾ ഈ സ്പിരിറ്റ് കച്ചവടക്കാരന്റെ കയ്യിൽ നിന്ന് ഈ കസേര ജനങ്ങൾ തട്ടിപ്പറിക്കും. ജനങ്ങളാണ് ശരി, നിങ്ങളല്ല ശരി, ജനങ്ങളാണ് ശരി, ജനങ്ങളെ ശരിയുള്ളൂ. അവരാണ് അവസാനത്തെ വിധികർത്താക്കൾ, ഒരു സംശയവും വേണ്ട. എന്ത് അധികാരം കയ്യിലുണ്ടായിട്ടും കാര്യമില്ല. ഞാൻ നിങ്ങളോട് പറയാം, കാലം തുടലഴിക്കുന്ന ഒരു കൊടുങ്കാറ്റായി മാറുമ്പോ തകർന്നു പോകാത്ത ഒരു കൊട്ടാരമതിലും ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. തെറിച്ചു പോകാത്ത ഒരു അധികാരപീഠവും ഈ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. പിന്നെയല്ലേ സ്പിരിറ്റ് കച്ചവടക്കാരന്റെ കസേര. ഇതിന്റെ മുമ്പിലൊക്കെ, ഈ ജനകീയ മുന്നേറ്റത്തിന്റെ മുമ്പിൽ ഒരു അധികാരത്തിന് നിലനിൽക്കാനാകില്ല എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു ശരിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കാൻ വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ പ്രിയപ്പെട്ട സഖാക്കളെ, നമ്മൾ ഒരുമിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കൺവെൻഷനിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ സഹോദരി സഹോദരന്മാരെയും സഖാക്കളെയും, ഈ കൺവെൻഷനിലെ പ്രത്യേകത നോമ്പ് കാലത്താണ്. നോമ്പ് കാലത്ത് മുസ്ലിം കുട്ടികൾ, മുസ്ലിം സ്ത്രീകൾ വരെ അവിടെ എത്തിയിട്ടുണ്ട്. അവർ നോമ്പ് കൃത്യമായി, ഈ വേദിയിലുണ്ട് നോമ്പ് കൃത്യമായിട്ട് എടുക്കുന്ന ആളുകൾ. അസ്കർ ഉൾപ്പെടെ വന്നിട്ടില്ലേ അല്ലേ? ആ നോമ്പ് കാലത്ത് പോലും ഇവിടെ എത്തി. മനസ്സിലാക്കണം. അപ്പൊ സഖാക്കളുടെ വികാരം എന്താണെന്ന് മനസ്സിലാക്കി നമുക്ക് ഇവർ തെറ്റുതിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ തെറ്റുതിരുത്തി ആവശ്യമായ ഇടപെടൽ നടത്താൻ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കൾ തയ്യാറാകണം, അഖിലേന്ത്യാ നേതാക്കൾ തയ്യാറാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വന്ന എല്ലാ സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. സഖാക്കളെ അഭിവാദനങ്ങൾ. സഖാക്കളെ അടുത്തതായി സംസാരിക്കുന്നതിന് വടക്കഞ്ചേരി മുൻ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് പി കെ ശശി സംസാരിക്കുകയായിരുന്നു. ജില്ലാ നേതൃത്വത്തിനെതിരെ, ജില്ലാ സെക്രട്ടറിക്കെതിരെ രൂക്ഷ വിമർശനം. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അദ്ദേഹം പറയുന്നത് കോടിയേരി ബാലകൃഷ്ണൻ ജീവിച്ചിരുന്നെങ്കിൽ ഈ ഗതി വരില്ലായിരുന്നു പാർട്ടിക്ക് എന്ന് പറയുകയാണ്. കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചതോടെ പാർട്ടിയിൽ വലിയ ശൂന്യതയാണ്. അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്ത് മനുഷ്യരെ ചേർത്ത് പിടിച്ചിരുന്നു. ജീവിച്ചിരുന്നെങ്കിൽ ഈ ഗതി CPIM-ന് ഉണ്ടാകില്ലായിരുന്നു എന്നതുൾപ്പെടെയുള്ള നേതൃത്വത്തിനുള്ള വിമർശനമാണ്. ഏതായാലും പാർട്ടിയുടെ ഭാഗത്തു നിന്ന്, CPIM-ന്റെ ഭാഗത്തു നിന്ന് നടപടിയുണ്ടാകും, അദ്ദേഹത്തെ പുറത്താക്കും പാർട്ടിയിൽ നിന്ന് എന്നുള്ളതിന്റെ സൂചനകൾ കൂടി ആർ ശ്രീജിത്ത് നേരത്തെ നൽകുന്നുണ്ടായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.